ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പാണ്ഡനായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ ഖണ്ഡിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ ഖണ്ഡിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടകയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി അന്തിക്കൂടെ കമത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിന് വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകറുമ്പി അന്തിക്കൂടെ കമത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ചെറുതിരതുള്ളും തിര 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 മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിരതുള്ളും തിര 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 മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി. തിരയോട് കരമെല്ലെ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടകായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകറുമ്പി അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ. അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുര ചെറുകഥ നുര നുര. കരയിലെ മണലിനു കടലൊരു കുറി ചൊല്ലി. കുറിമാനം എടുത്തൊരു തെന്നലിനു കരം നൽകി. തെന്നലത് പറ പറ നകലത്തെ മുളയും. തെന്നലിന്റെ കരളിലെ കനവിനും കടം നൽകി. മുളവാടി കാറ്റാടി ന്റെ കഥയെല്ലാം നാടറിഞ്ഞേ കാടറിഞ്ഞേ. കുട്ടനാടകായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകറുമ്പി അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമി തിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകറുമ്പി അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകറുമ്പി അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഹാർദവമായ സ്വാഗതം. ഒരിക്കൽക്കൂടി നമ്മൾ തമ്മിലുള്ള ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ഇന്നത്തെ സംഗീതം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് രണ്ടുപേരാണ്.
ഒന്ന് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകമായ മിസ്റ്റർ നാദിർഷയും അതോടൊപ്പം തന്നെ സംഗീത വിമർശകനായ TP ശാസ്ത്ര മൺകുടവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സംഗീതത്തോട് വലിയ യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ്. ഇദ്ദേഹം സംഗീതത്തിന് ഉയർത്തിയും പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ കേൾക്കാം. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന മിസ്റ്റർ TP ശാസ്ത്ര മൺകുടവാണ്. അപ്പോൾ താങ്കൾ ഈ മലയാള സിനിമാ ഗാനങ്ങളെ വിമർശിക്കുന്നു എന്ന് ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് ഈ മലയാള ഗാനങ്ങൾ വിമർശിക്കുന്നത്? മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാള സിനിമ ഗാനങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാരി ധരിച്ച പോലെയാണ്. അതെന്താ അങ്ങനെ പറയാൻ? ഈ പിച്ചക്കാരന് പല വീട്ടിൽ നിന്നുള്ള ഫുഡ് ഒരു വീട്ടിൽ നിന്നല്ലോ. അതുമാതിരി മലയാള സിനിമ ഗാനങ്ങളെ കവർന്നു വിടുന്ന ട്യൂണിൽ അടിച്ചു മാറ്റിയിട്ടെടുക്കാം. എന്റെ അഭിപ്രായം മനസ്സിന്റെ കാവിൽ മന്ത്രിക്കും മധുവിരുരാത്രി മന്ത്രിക്കും മധുവിരുരാത്രി മന്ത്രിക്കും മധുവിരുരാത്രി മന്ത്രിക്കും അതും ഇതും അതും ഇതൊക്കെ ഒന്നല്ല. ഏത് മന്ത്രിക്കും അതും ഇത് രാത്രി നിങ്ങൾ കവിയത് വ്യക്തമാക്കൂ. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, വിദ്യാഭ്യാസ മന്ത്രിക്കും അതും ഇതും രാത്രി. പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ചാടി എനിക്ക് ശമ്പളത്തിലുണ്ട് എന്റെ MD. അതുകൊണ്ട് ചാടി കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് കേൾക്കാം. അതായത് 70 കാലഘട്ടത്തിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും. പക്ഷെ 80-85 കാലഘട്ടത്തിൽ നല്ല നല്ല ഗാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിനീത് അഭിനയിച്ച ഒരു പാട്ടുണ്ട്, ആരെയും ഭാവനായകനാകും. ആരെയും ഭാവനായകനാകും ആത്മസൗന്ദര്യമാണു നീ. ആരെയും ആരെയും ഭാവഗായകനാക്കുന്ന ഏത് ഭാവേ? സ്വാഭാവികം അല്ലെങ്കിൽ കത്തോലിക്ക ഭാവം ഏത് ഭാവയാണെന്ന് പറയൂ. പറയുന്ന ചില കാര്യമുണ്ട്. പക്ഷെ താങ്കൾ വിമർശിക്കേണ്ടത് ഇതുപോലുള്ള ഗാനങ്ങളില്ല. കാരണം കലാഭവമണി എന്നുള്ള മഹാകവി എന്ന ചില ഗാനങ്ങളുണ്ട്, പാടുന്ന ഗാനങ്ങളുണ്ട്. അതിനെതിരെ ക്രിയാനാണ് കംപ്ലൈന്റ്. അതിന് ഈ പെണ്ണുങ്ങളെ പറഞ്ഞിരിക്കുന്നത് വളരെ വൃത്തിയായ രീതിയിലാണെന്നാണ് പറയുന്നത്. കലാഭവമണിയുടെ പാട്ടിൽ സ്ത്രീകളെ പറ്റി നല്ല അഭിപ്രായമല്ലേ? ഋഷിമൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞു നിങ്ങളുടെ കവി സ്ത്രീകളെ പറ്റി എന്താ പറഞ്ഞിട്ട്? മലയാള സിനിമാ ഗാനങ്ങളിൽ സ്ത്രീകളെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നിയ മുല്ലപ്പും കല്ലിലോ കവിളിലോ അല്ലിവരവിളിലോ ഞാൻ ഏനറിയില്ല ഏഴമണി കാട്ടിലെ മകൻകുറവാ ഏഴമണി കാട്ടിലെ മകൻകുറവാ. അത് ഇവിടെ ഒന്ന് പറഞ്ഞ കാര്യമല്ല, വല്ലതും കഴിക്കണം. എന്തിന് എന്നിട്ട് പറയാം മല കുറവാണോ കുറവില്ലെന്നോ. ഞാൻ ഇവിടെ വന്നിട്ട് പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ അപ്പൊ അദ്ദേഹം പറയുന്നതോ കുഴപ്പമുള്ളതോ മനസ്സിലായി. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കലാഭവമണി സിനിമയിൽ പാടുന്നത് അതേപോലെ ദാസേട്ടൻ സിനിമയിൽ പാടുന്നത്. പക്ഷെ ദാസേട്ടനേക്കാൾ കൂടുതൽ കാശ് കലാഭവമണി മേടിക്കുന്നു എന്നറിയുന്നു. ഈ ദാസേട്ടൻ കലാഭവമണി തമ്മിൽ വ്യത്യാസം എന്താണ്? എന്താണ്? ഈ കലാഭവമണി പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയില്ല. അവൻ പഠിച്ച് പണ്ടാറാണിയൊക്കെ പറഞ്ഞില്ല. അപ്പൊ കാശ് കൂടും. അപ്പൊ അത് കാശ് കൂടി മേടിക്കാമെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ ഈ സംഗീതത്തെ വിമർശിക്കുന്നുണ്ടല്ലോ. പല കായികമാരെയും കുയിൽ നാഥമായിട്ടാണ് പറയുന്നത്. കുയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്താ കാരണം? കുയിൽ പാട്ട് പാടി ചോദിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സാധാരണ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി പാട്ടുകളാണ് മലയാളത്തില്. എന്തായാലും പല്ലിന് കംപ്ലൈന്റ് പറഞ്ഞാൽ ആ എന്താണ് കളി? ആ പാട്ടിൽ നല്ല പാട്ടിൽ അത് കേട്ട താനും തുള്ളും. ഞാനും തുള്ളും, എല്ലാരും തുള്ളും. തുള്ളണേ തുള്ളിക്കോട്ടെ. താനും തുള്ളേ. ഞാനുള്ള
മുത്തോ മല്ലിക്കൊഴുമ്പോ മീനോ മാറി കിട്ടോ തൊട്ടൊരു വേണ്ട ഒരു പെണ്ണിന്റെ കണ്ണിൽ പോകുന്നൊക്കെ മാക്സിമം പോയി താരം പൂ താമര പൂ കടക്കണ്ണ് കണ്ണിൽ ഇത്തിരി പൊടി പോയ മനുഷ്യൻ നടക്കാൻ പറ്റുന്നത് ഇവിടെ പിന്നീട് ഒരു പെണ്ണിന്റെ കണ്ണിൽ ഇത്രയും സാധനങ്ങൾ കഴിച്ചില്ല അങ്ങനെ ഈ ഭാഗ വൃത്തിയായിട്ട പാടുകൾ ഇവിടെ വേണ്ട ഞാൻ തുള്ളിയതല്ല എന്റെ അടുത്ത് കിടക്കുന്ന ഒരു മോട്ടോർ വെള്ളം വെച്ചാൽ അത് സംബന്ധിച്ചില്ല അപ്പൊ ഈ സംഗീതത്തിനെ താങ്കൾ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാഴ്ച എന്ന പറയുന്ന സിനിമയില് ഡപ്പ് ഡപ്പ് ജാനിക്കുന്ന ഒരു പാട്ട് നീണ്ട് കുട്ടികൾ വരെ തുള്ളുന്നുണ്ട് നമുക്ക് ആ പാട്ടിന്റെ രംഗങ്ങളും ആ പാട്ടും ഒന്ന് കേട്ടു നോക്കാം തുള്ളി പോകാം